വർഷം 1972. അന്നൊരു മെയ് മാസം 7-ാം തീയതിയാണ്. സ്ഥലം കാലിഫോർണിയയിലെ സാന്താക്രൂസ് യൂണിവേഴ്സിറ്റി. അപ്പോൾ സമയം വൈകിട്ട് ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ട്. 2 പെൺകുട്ടികൾ റോഡരികിൽ ഹിച്ച് ഹൈക്കിങ്ങിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അവരുടെ പേരുകൾ ഇതാണ്: മേരി ആൻ പെസി, അനീറ്റ മേരി ലുച്ചസെ. യഥാർത്ഥത്തിൽ ഈ 2 കുട്ടികളും പഠിക്കുന്നത് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലല്ല, മറിച്ച് സ്ട്രാറ്റ്ഫോർഡ് എന്നു പേരുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലാണ്. എന്തോ ആവശ്യത്തിനു വേണ്ടിയിട്ടാണ് ഇരുവരും ഇവിടെ എത്തിയത്. എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ നേരം വൈകിയിരിക്കുന്നു. വാഹനങ്ങളൊന്നും കാണുവാനുമില്ല. അതുകൊണ്ടാണ് ഹിച്ച് ഹൈക്കിംഗ് ചെയ്യുവാനായിട്ട് അവർ തീരുമാനിച്ചത്. നമ്മൾ മുൻപ് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഹിച്ച് ഹൈക്കിംഗ് എന്ന് പറഞ്ഞാൽ പരിചയമില്ലാത്ത ആളുകളുടെ വാഹനത്തിൽ കയറി ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിനെയാണ്. അക്കാലത്ത് ധാരാളം ആളുകൾ, പ്രത്യേകിച്ചും ടീനേജേഴ്സ്, ഇതൊരു അഡ്വഞ്ചർ ആക്ടിവിറ്റി ആയിട്ടാണ് കണ്ടത്. അവരങ്ങനെ വാഹനവും കാത്തു നിൽക്കുമ്പോൾ ദൂരെ നിന്നും വരുന്നൊരു കാറിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം അവരുടെ ദേഹത്ത് പതിച്ചു. അതൊരു ഫോർഡ് ഗാലക്സി കാർ ആയിരുന്നു. ഉള്ളിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. മേരിയും അനീറ്റയും ആ കാറിന് കൈ കാണിച്ചു. വാഹനം നിന്നു. ഉള്ളിലുണ്ടായിരുന്ന ആൾ അവരോട് എവിടേക്കാണ് പോകേണ്ടത് എന്ന് ചോദിച്ചു. മേരിയും അനീറ്റയും തങ്ങൾക്ക് സ്ട്രാറ്റ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്കാണ് പോകേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ കാറിൻ്റെ ഉള്ളിൽ ഇരുന്ന ആ മനുഷ്യൻ അവരോട് പറഞ്ഞു, ഞാനും അതുവഴിക്കാണ് പോകുന്നത്. യൂണിവേഴ്സിറ്റിയുടെ മുൻപിൽ നിങ്ങളെ ഇറക്കി വിടാം. ഇരുവർക്കും വലിയ സന്തോഷമായി. അവർ കാറിൽ കയറി. എന്നാൽ ആ സമയത്ത് മേരിയും അനീറ്റയും ഒരു കാര്യം അറിഞ്ഞിരുന്നില്ല. ഇനി വരും മാസങ്ങളിൽ അമേരിക്കൻ പോലീസിനെ നെട്ടോട്ടമോടിച്ചൊരു സീരിയൽ കില്ലറിൻ്റെ ആദ്യത്തെ ഇരകളാകുവാൻ തങ്ങൾ പോവുകയാണ് എന്ന യാഥാർത്ഥ്യം. തൽക്കാലം നമുക്ക് ഈ വാഹനം ഓടിക്കുന്നയാളെ കില്ലർ എന്ന് വിളിക്കാം. കഥ മുൻപോട്ട് പോകുമ്പോൾ അയാളുടെ പേരും വെളിപ്പെട്ട് വരും. ഏകദേശം 1 മണിക്കൂറോളം ആ കാർ സഞ്ചരിച്ചു. ഒടുവിൽ വിജനമായിട്ടുള്ളൊരു വനപ്രദേശത്ത് എത്തിച്ചേർന്നു. പെട്ടെന്ന് കില്ലർ തൻ്റെ കാർ അവിടെ നിർത്തി. ആ പരിസരമെല്ലാം അയാൾക്ക് വളരെ പരിചിതമായിരുന്നു. അടുത്ത നിമിഷം യാതൊരു പ്രകോപനവുമില്ലാതെ അയാൾ ആ 2 പെൺകുട്ടികളെ ആക്രമിച്ചു. അജാനുബാഹുവായിട്ടുള്ള ആ മനുഷ്യന്റെ മുൻപിൽ പിടിച്ചു നിൽക്കുവാനായിട്ട് 18 വയസ്സുള്ള ആ യുവതികൾക്ക് കഴിഞ്ഞില്ല. 2 പേരെയും കില്ലർ ഇടിച്ചു നിലത്തിട്ടു. പിന്നെ ഇരുവരുടെയും കൈകളിൽ വിലങ്ങണിയിച്ചു. ആദ്യം അയാൾ കൊന്നത് മേരി ആൻ പെസിയെ ആയിരുന്നു. അവളുടെ കഴുത്തിൽ അയാൾ ഞെക്കിപ്പിടിച്ചു. അസാധാരണ വലിപ്പവും കരുത്തുമുള്ള ആ കൈക്കുള്ളി കിടന്ന് മേരി ശ്വാസം മുട്ടി മരിച്ചു. അടുത്ത ഊഴം അനീറ്റയുടെ ആയിരുന്നു. അതിനുശേഷം ആ 2 ജഡങ്ങളും തൻ്റെ ഗാലക്സി ഫോർഡ് കാറിൻ്റെ ഡിക്കിക്കുള്ളിലിട്ട് അയാൾ മുൻപോട്ട് നീങ്ങി. അങ്ങനെ വാഹനം മുൻപോട്ട് പോകുമ്പോൾ കില്ലർ ദൂരെയായിട്ടൊരു കാഴ്ച കണ്ടു. ഒരു പോലീസുകാരൻ വാഹനത്തിന് കൈ കാണിക്കുന്നു. സാധാരണഗതിയിലുള്ള പരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ്. കില്ലർ വാഹനം നിർത്തി. പോലീസുകാരൻ കാറിൻ്റെ ഉൾവശമാകെ പരിശോധിച്ചു. എന്നാൽ ഡിക്കി മാത്രം അയാൾ പരിശോധിച്ചില്ല. ഒടുവിൽ പരിശോധനയെല്ലാം പൂർത്തിയാക്കിയ ശേഷം ആ പോലീസ്മാൻ അയാളോട് പോകുവാനായിട്ട് ആവശ്യപ്പെട്ടു. ആ സമയത്ത് ആ പോലീസുകാരൻ ആ ഡിക്കി ഒന്ന് തുറന്നു നോക്കിയിരുന്നുവെങ്കിൽ പിന്നീട് സംഭവിച്ച അരുംകൊലകൾക്ക് അവിടെ വെച്ച് വിരാമമിടുവാൻ കഴിയുമായിരുന്നു. കൊലയാളി മേരിയുടെയും അനീറ്റയുടെയും ജഡങ്ങളും എടുത്തുകൊണ്ട് തൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്കാണ് പോയത്. അന്നേ ദിവസം കൂട്ടുകാരൻ വീട്ടിലുണ്ടായിരുന്നില്ല. ആ വീടിൻ്റെ ഹാളിൽ ഇരുവരുടെയും ജഡങ്ങൾ അയാൾ എത്തിച്ചു. പിന്നെ അവരെ പൂർണ്ണ നഗ്നരാക്കി. അതിനുശേഷം തൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്യാമറ എടുത്ത് അനേകം ഫോട്ടോകൾ എടുത്തു. എന്നിട്ട് ആ മൃതദേഹങ്ങൾ തൻ്റെ ലൈംഗിക ആവശ്യം നിറവേറ്റുവാനായിട്ട് അനേകം തവണ ഉപയോഗിച്ചു. അതിനുശേഷം ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് അവിടെ ഇട്ട് തന്നെ ആ ജഡങ്ങൾ അനേകം കഷ്ണങ്ങളായിട്ട് കൊത്തി നുറുക്കി. പിന്നെ അതെല്ലാം ഒരു പ്ലാസ്റ്റിക് ബാഗുകളിലാക്കി. പിന്നെ ആ പ്ലാസ്റ്റിക് ബാഗുകൾ തൻ്റെ കാറിൽ കയറ്റി അയാൾ വീണ്ടും പുറപ്പെട്ടു. ലോമ പ്രീറ്റ എന്നറിയപ്പെടുന്ന ഒരു മലയുടെ താഴ്വാരത്തിലേക്കാണ് കൊലയാളി പോയത്. അവിടെയുള്ള വനപ്രദേശത്ത് പലയിടത്തായിട്ട് അയാൾ ആ ബാഗുകൾ ഉപേക്ഷിച്ചു. എന്നാൽ ഇരുവരുടെയും തലകൾ മാത്രം കൊലയാളി കളഞ്ഞിരുന്നില്ല. ആ തലകളും എടുത്തുകൊണ്ട് അയാൾ ലോമ പ്രീറ്റ നദിയിലേക്കാണ് പോയത്. വെട്ടിയെടുത്ത ആ തലകൾ നദിയിലേക്ക് വലിച്ചെറിയും മുൻപായിട്ട് അതുമായിട്ട് അയാൾ സംഭോഗം നടത്തിയിരുന്നു. പിന്നെ ഒന്നും അറിയാത്ത ഭാവത്തിൽ തിരികെ മടങ്ങി. അതിൻ്റെ അടുത്ത ദിവസം മേരിയുടെയും അനീറ്റയുടെയും മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികൾ മിസ്സിംഗ് ആണെന്നറിഞ്ഞു. അവർ പോലീസിൽ പരാതി നൽകി. അവർ അന്വേഷണം ആരംഭിച്ചു. പക്ഷേ അനീറ്റയും മേരിയും എവിടെ പോയെന്ന് അവർക്ക് യാതൊരു തുമ്പും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കെ അതേ വർഷം ഓഗസ്റ്റ് മാസത്തിൽ പെസിയുടെ തലയോട് അവർക്ക് നദിയിൽ നിന്നും കിട്ടുകയാണ്. എന്നാൽ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളൊന്നും കിട്ടിയുമില്ല. 2 കൊലകൾ സംഭവിച്ചിരിക്കുന്നു. അതിൽ പെസിയുടെ ജഡം തിരിച്ചറിഞ്ഞു. മേരി എവിടെ പോയെന്ന് അറിയില്ല. അവളുടെ ജഡത്തിൻ്റെ ഒരു അവശേഷിപ്പും പോലീസിന് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. കൊലയാളി ആരാണ്? കാലിഫോർണിയ പോലീസ് ഇരുട്ടിൽ തപ്പി. അതേ വർഷം 1972 സെപ്റ്റംബർ 14 അടുത്ത ഇരയും കൊല്ലപ്പെട്ടു. അന്ന് വൈകുന്നേരം കില്ലർ പതിവ് പോലെ തൻ്റെ കാർ ഓടിച്ചുകൊണ്ട് വരികയായിരുന്നു. അപ്പോൾ ഏകദേശം 15 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു കുട്ടി വഴിയരികിൽ നിൽക്കുന്നത് കണ്ടു. അവൾ ഒരു കൊറിയൻ വംശജയായിരുന്നു. പേര് ഒയ്കാക്കു. അന്നേ ദിവസം ഒരു ഡാൻസ് ക്ലാസ്സിൽ പങ്കെടുത്ത ശേഷം തിരികെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഒയ്കാക്കു. എന്നാൽ കഷ്ടകാലത്തിന് അവൾക്ക് പോകേണ്ട അവസാനത്തെ ബസ്സും ഇതിനോടകം കടന്നു പോയിരുന്നു. അങ്ങനെ അവൾ നിരാശയായിട്ട് പോകുമ്പോഴാണ് ഒരു മരണദൂതനെ പോലെ ആ ഫോർഡ് ഗാലക്സി കാർ അവളുടെ അരികിൽ വന്നു നിന്നത്. കില്ലർ ഒയ്ക്കയോട് താൻ അവളെ അവളുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ഒയ്ക്കയ്ക്ക് സന്തോഷമായി. അവൾ ആ കാറിൽ കയറി. വൈകാതെ കാറ് വിജനമായിട്ടുള്ളൊരു സ്ഥലത്ത് വന്നു നിന്നു. കുട്ടിയോട് കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുവാൻ അയാൾ ആവശ്യപ്പെട്ടു.
അതിനുശേഷം അയാളും കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുവാൻ ശ്രമിച്ചു. പക്ഷെ അസാമാന്യമായ ശരീരവലിപ്പം കാരണം അയാൾക്കതിന് സാധിച്ചില്ല. തനിക്കിനി വരുവാനായിട്ട് പോകുന്ന അപകടത്തെക്കുറിച്ച് യാതൊരു ബോധ്യവുമില്ലാത്ത ഒയ്ക്ക അയാളെ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുവാനായിട്ട് സഹായിച്ചു. കാറിൽ നിന്നും പുറത്തിറങ്ങിയ ഉടൻ തന്നെ കില്ലർ തന്റെ കൈവശമുണ്ടായിരുന്ന കൈത്തോക്കെടുത്ത് ഒയ്ക്കയെ വെടിവെച്ചു. തൽക്ഷണം ആ കുട്ടി കൊല്ലപ്പെട്ടു. അതിനുശേഷം ആ വിജനമായ സ്ഥലത്ത് വെച്ച് കൊലയാളി അവളെ ലൈംഗികമായിട്ട് ഉപയോഗിച്ചു. പിന്നെ ഒയ്ക്കയുടെ ജഡം കാറിന്റെ ഡിക്കിക്കുള്ളിലിട്ട് അയാൾ ഓടിച്ചുകൊണ്ടുപോയി. പോകുന്ന വഴിയിൽ ഒരു ബാറിൽ കയറി സാമാന്യം നന്നായിട്ട് മദ്യപിച്ചു. ബാറിൽ നിന്നും പുറത്തിറങ്ങിയ ഉടൻ തന്നെ നോക്കിയത് കാറിന്റെ ഉൾവശമാണ്. തന്റെ ഇര ഭദ്രമായിട്ട് അവിടെ തന്നെ ഉണ്ടെന്ന് അയാൾ ഉറപ്പിച്ചു. ആഹ്ലാദം അടക്കുവാൻ കഴിയാത്തതുകൊണ്ട് വീണ്ടും കൊലയാളി ബാറിൽ കയറി അല്പം കൂടി മദ്യപിച്ചു. പിന്നെ തന്റെ വാസസ്ഥലത്തേക്ക് പുറപ്പെട്ടു. വീടിന്റെ ഉള്ളിലേക്ക് എടുത്തുകൊണ്ടുവന്ന ആ ജഡത്തിൽ അയാൾ നിരവധി തവണ ലൈംഗിക വീഴ്ച നടത്തി. അതിനുശേഷം മേരിയെയും അനിറ്റയും ചെയ്തതുപോലെ ആ ജഡം നിരവധി കഷ്ണങ്ങളായിട്ട് കുത്തി നുറുക്കി. എന്നാൽ ഇത്തവണ അയാൾ ജഡം ഉപേക്ഷിക്കുവാനായിട്ട് ലോമ പ്രീറ്റ മലയിലേക്ക് പോയില്ല. മറിച്ച് ആ വീടിന്റെ ഉള്ളിലെ ക്ലോസറ്റിൽ കൊത്തി നുറുക്കി ആ ജഡം ഉപേക്ഷിച്ചു. പിന്നെ ഫ്ലഷ് ചെയ്തു. ഒരു തെളിവും അവശേഷിക്കാതെ ഒയ്ക്കാക്കു എന്ന 15 വയസ്സുകാരി ലോകത്തിൽ നിന്നും അപ്രത്യക്ഷയായി. അതിന്റെ അടുത്ത ദിവസം ഒയ്ക്കയുടെ അമ്മ തന്റെ മകളെ കാണുവാനില്ല എന്ന് പോലീസിൽ പരാതി നൽകി. കാലിഫോർണിയ പോലീസ് അന്വേഷണം തുടങ്ങിയെങ്കിലും ഒരു തുമ്പും അവർക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. അടുത്തടുത്ത മാസങ്ങളിൽ 3 യുവതികൾ അപ്രത്യക്ഷമായിരിക്കുന്നു. അവർ കൊല ചെയ്യപ്പെട്ടുവെന്ന് വ്യക്തമാണ്. കൊലയാളിയെ ഇതുവരെയും പിടികൂടുവാൻ കഴിയാത്തതിൽ മാധ്യമങ്ങൾ പോലീസിനെ നിശിതമായിട്ട് വിമർശിച്ചു. അതിന്റെ അടുത്ത വർഷം 1973 ജനുവരി 7 കൊലയാളി അന്ന് തന്റെ അമ്മയുടെ വീട്ടിലേക്ക് വാഹനം ഓടിച്ചുകൊണ്ട് പോവുകയായിരുന്നു. ആ സമയത്ത് വഴിയരികിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നത് കണ്ടു. 18 വയസ്സുള്ള സിന്ദ്ര ആൻഡ് സിൻഡി കാളായിരുന്നു അത്. ലിഫ്റ്റ് തരാമെന്ന് വാഗ്ദാനം ചെയ്ത കില്ലർ അവളെയും കാറിൽ കയറ്റി. വിജനമായിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിയതും തന്റെ 22 കാലിബർ ഗണ്ണെടുത്ത് അയാൾ അവളെ വെടിവെച്ചു. പിന്നെ സിന്ദ്രയുടെ ജഡവും കാറിന്റെ ഡിക്കിയുടെ ഉള്ളിലാക്കി വീട്ടിലെത്തിച്ചു. വീട്ടിലുള്ളവർ ആരും അറിയാതെ ആ ജഡം തന്റെ മുറിയുടെ ഉള്ളിൽ എത്തിക്കുവാനായിട്ട് അയാൾക്ക് സാധിച്ചു. അന്ന് രാത്രിയിൽ തന്റെ മുറിക്കുള്ളിലെ ബാത്റൂമിന്റെ ഉള്ളിൽ സിന്ദ്രയെ അയാൾ ഒളിപ്പിച്ചു. അതിന്റെ അടുത്ത ദിവസം കില്ലറുടെ അമ്മ ജോലിക്ക് പോയപ്പോൾ ആ ജഡം അയാൾ ദുരുപയോഗം ചെയ്തു. ഒടുവിൽ സിന്ദ്രയുടെ ശിരസ് വെട്ടിയെടുത്ത് തന്റെ അമ്മ കിടക്കുന്ന മുറിയുടെ ജനാലയ്ക്ക് സമീപമുള്ള പൂന്തോട്ടത്തിൽ അയാൾ കുഴിച്ചിട്ടു. അതും ആ തല തന്റെ അമ്മയെ നോക്കുന്ന വിധത്തിലാണ് അയാൾ കുഴിച്ചിട്ടത്. കാരണം ആ കൊലയാളിക്ക് അറിയാമായിരുന്നു തന്റെ അമ്മയ്ക്ക് മറ്റുള്ളവർ തന്നെ ശ്രദ്ധിക്കുന്നത് വലിയ ഇഷ്ടമാണെന്ന്. അവരുടെ ആ ആഗ്രഹം നിറവേറ്റുവാനാണ് അയാൾ അങ്ങനെ ചെയ്തത്. അതിനെ തുടർന്ന് സിന്ദ്രയുടെ ബാക്കി വന്ന ശരീരഭാഗങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഒരു പാറയുടെ മുകളിൽ കൊണ്ടുവന്ന് താഴേക്ക് എറിഞ്ഞു കളഞ്ഞു. പിന്നീട് നടത്തിയ പോലീസിന്റെ അന്വേഷണത്തിൽ സിന്ദ്രയുടെ കൈയുടെ ഒരു ഭാഗം മാത്രം കണ്ടുകിട്ടി. ബാക്കിയെല്ലാം വന്യമൃഗങ്ങൾ ആഹരിച്ചിരുന്നു. ഇത്തവണയും കൊലയാളിയിലേക്ക് എത്തപ്പെടുവാനായിട്ട് പോലീസിന് കഴിഞ്ഞില്ല. ആകെ മൊത്തം 4 പേർ അപ്രത്യക്ഷമായിരിക്കുന്നു. സിന്ദ്രയുടെ മർഡർ കഴിഞ്ഞ് ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോൾ അടുത്ത കൊലപാതകവും സംഭവിച്ചു. ഇത്തവണയും അത് ഒരു ഇരട്ട കൊലപാതകമായിരുന്നു. 1973 ഫെബ്രുവരി 5 കൊലയാളിയും അയാളുടെ അമ്മയും തമ്മിൽ അന്ന് വീട്ടിൽ വെച്ച് വലിയൊരു വാക്കുതർക്കമുണ്ടായി. കോപത്തിന്റെ ഉന്മാദ അവസ്ഥയിലെത്തിയ അയാൾ തന്റെ കാറും എടുത്തുകൊണ്ട് പുറത്തേക്ക് പാഞ്ഞു. ആ പോകുന്ന വഴിക്കാണ് UCSC ക്യാമ്പസിന്റെ മുൻപിൽ നിൽക്കുന്ന 2 പെൺകുട്ടികളെ കണ്ടുമുട്ടിയത്. ഈ 2 പെൺകുട്ടികളും ഹിച്ച് ഹൈക്കിങ്ങിന് വേണ്ടി ഒരു വാഹനം വരുവാനായിട്ട് കാത്തു നിൽക്കുകയായിരുന്നു. അവരുടെ പേരുകൾ ഇതാണ്: 23 വയസ്സുള്ള റോസലിൻഡ് ഹിയാദർ തോർപ്പ്, 20 വയസ്സുള്ള ആലിസ് ഹെലൻ അലിസൺ ലിയോ. നമുക്ക് പറയുവാനായിട്ട് എളുപ്പത്തിന് ഇവരെ റോസലിൻഡ് എന്നും ആലിസ് എന്നും വിളിക്കാം. ഇരുവരെയും കില്ലർ കാറിൽ കയറ്റി. വിജനമായ ഒരു സ്ഥലത്ത് കാർ വന്നതും കില്ലർ തന്റെ തോക്കെടുത്ത് ആലിസിനെ ആദ്യം വെടിവെച്ചു. തൊട്ടു പിന്നാലെ റോസലിൻഡിനെ. പിന്നെ ഇരുവരുടെയും തല ആ കാറിന്റെ ഉള്ളിൽ വെച്ച് മുറിച്ചു മാറ്റി. പിന്നെ ഒരു പുതപ്പിൽ ആ ജഡങ്ങൾ പൊതിഞ്ഞ് വീട്ടിലെത്തിച്ചു. പതിവ് പോലെ അയാൾ ആ ജഡങ്ങളെയും ദുരുപയോഗം ചെയ്തു. അതിനുശേഷം പല കഷ്ണങ്ങളായിട്ട് ആ ശരീരം വെട്ടിമുറിച്ച് പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ടു. പോലീസിന്റെ ആദ്യഘട്ട അന്വേഷണത്തിൽ ഇരുവരുടെയും ശരീരഭാഗങ്ങൾ ഹൈവേയുടെ പല സ്ഥലങ്ങളിൽ നിന്നുമായിട്ട് കണ്ടുകിട്ടി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈഡൻ എന്നു പേരുള്ള ഒരു ക്യാമ്പസിന്റെ മുൻപിൽ നിന്നും വേറെയും കുറച്ച് ഭാഗങ്ങൾ കിട്ടി. ഇതോടെ മൊത്തം നോക്കിയാൽ 6 കൊലപാതകമായിരിക്കുന്നു. എന്നാൽ കൊലയാളി ആരാണ് എന്നതിന് പോലീസിന് യാതൊരു തുമ്പും കിട്ടിയില്ല. മാധ്യമങ്ങൾ പോലീസിനെ നിശിതമായിട്ട് വിമർശിച്ചു. മുകളിൽ നിന്നും അവർക്ക് ഹൈ പ്രഷർ വരികയാണ്. 4 പാടും പോലീസ് ചിതറി അന്വേഷിച്ചു. പക്ഷെ ഒരു സൂചനയും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കെ ആരും വിചാരിച്ചിരിക്കാത്തൊരു സംഭവമുണ്ടായി. 1973 ഏപ്രിൽ 20 നേരം പുലർന്നു വരുന്നു. പോലീസിന്റെ കൺട്രോൾ റൂമിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. ഫോണിന്റെ മറുതലക്കിലുള്ള വ്യക്തി കോൾ അറ്റൻഡ് ചെയ്ത പോലീസ് ഓഫീസറോട് പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ ഇത്രയും കാലമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ കോയഡ് കില്ലർ, അവൻ ആരാണെന്ന് എനിക്കറിയാം. ഇത് കേട്ടതും ആ പോലീസ് ഓഫീസർ അല്പം പരിഹാസത്തോടെ, അങ്ങനെയാണോ, ആരാണ് അയാളെന്ന് ചോദിച്ചു. അതിന് മറുതലക്കിലുള്ള വ്യക്തി കൊടുത്ത മറുപടി ഇതാണ്: അത് വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ്. എന്നാൽ ഈ പ്രസ്താവന കേട്ടിട്ടും ആ ഓഫീസർക്ക് യാതൊരു അത്ഭുതവും തോന്നിയില്ല. കാരണം ഇതിനോടകം നിരവധി പ്രാങ്ക് കോളുകൾ അവർക്ക് കിട്ടിയിരുന്നു. കോയഡ് കില്ലറിനെ അവിടെ കണ്ടു, കോയഡ് കില്ലറിനെ ഇവിടെ കണ്ടു, സംശയകരമായിട്ടുള്ള സാഹചര്യത്തിൽ ഒരു കാറ് പോകുന്നത് കണ്ടു, അങ്ങനെ തുടങ്ങി പലതും. ഇതും അതുപോലെയുള്ള ഏതെങ്കിലും പ്രാങ്ക് കോൾ ആയിരിക്കുമെന്നാണ് ആ ഓഫീസർ വിചാരിച്ചത്.
അതുകൊണ്ട് അദ്ദേഹം ലൈൻ കട്ട് ചെയ്തു. പക്ഷേ അല്പസമയം കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ നമ്പറിൽ നിന്നും അടുത്ത കോൾ വരികയാണ്. ഇത്തവണ ഫോൺ എടുത്ത പോലീസ് ഓഫീസറോട് വിളിച്ചയാൾ ഒരു കാര്യം ആവശ്യപ്പെട്ടു. നിങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഇന്ന പേരുള്ള ആളില്ലേ, അദ്ദേഹത്തിന് ഫോൺ ഒന്ന് കൊടുക്കാമോ? എനിക്ക് അദ്ദേഹത്തോടാണ് സംസാരിക്കേണ്ടത്. ഓഫീസർ വേഗം ആ ഉദ്യോഗസ്ഥന് ഫോൺ കൈമാറി. ആ ഓഫീസറോട് വിളിച്ചയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: സാർ, നിങ്ങൾക്ക് എന്നെ അറിയാം. ഞാൻ കാലിഫോർണിയ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷനിൽ ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ വെച്ച് താങ്കളുമായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം അയാൾ തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി. താനാണ് പോലീസ് ഇത്രയും കാലം തെരഞ്ഞുകൊണ്ടിരിക്കുന്ന കോയിഡ് കില്ലർ എന്ന് അയാൾ വീണ്ടും പറഞ്ഞു. മാത്രവുമല്ല, തനിക്ക് പശ്ചാത്താപമുണ്ടായെന്നും തന്റെ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് കീഴടങ്ങുവാനായിട്ട് തയ്യാറാണെന്നും അയാൾ അറിയിച്ചു. കൂടാതെ തന്നെ അറസ്റ്റ് ചെയ്യുവാനായിട്ട് ഇന്ന സ്ഥലത്തേക്ക് വരുവാനും ആവശ്യപ്പെട്ടു. ഇത്തവണ ആ കോൾ അങ്ങനെ പ്രാങ്ക് കോളായിട്ട് തള്ളിക്കളയുവാൻ പോലീസിനാകുമായിരുന്നില്ല. കാരണം ഇത്തവണ ഫോൺ എടുത്ത് സംസാരിച്ച ആ ഓഫീസർക്ക് ഈ കില്ലർ ആരാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായി. ആ പോലീസ് ഓഫീസർ യഥാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. 1972 to 73 കാലഘട്ടത്തിന്റെ ഉള്ളിൽ, കൃത്യമായിട്ട് പറഞ്ഞ 10 മാസത്തിന്റെ ഉള്ളിൽ 6 യുവതികളാണ് ദുരൂഹമായിട്ട് കാണാതായത്. അവരുടെ എല്ലാവരുടെയും മരണം സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തു. ഇത്രയും കാലം പോലീസ് വല വീശി തെരഞ്ഞിട്ടും കുറ്റവാളിയെക്കുറിച്ച് യാതൊരു സൂചനയും കിട്ടിയില്ല. ഹിച്ച് ഹൈക്കിംഗ് ചെയ്യുന്ന സ്ത്രീകളെ മാത്രമാണ് ഈ കൊലയാളി ലക്ഷ്യമിട്ടിട്ടുള്ളത്. അതുകൊണ്ട് മാധ്യമങ്ങൾ കൊലയാളിക്ക് കൊടുത്ത പേരായിരുന്നു കോയഡ് കില്ലർ. ഒരു വർഷക്കാലം പോലീസിന്റെ കണ്ണിൽ മണ്ണിട്ട ആ കൊലപാതകയെ സ്വമേധയാ കുറ്റം ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ മുൻപോട്ട് വന്നിരിക്കുന്നു. അതും തനിക്ക് വ്യക്തമായിട്ടും അറിയാവുന്ന ഒരാൾ. ആ പോലീസ് ഓഫീസർ ഞെട്ടുവാനായിട്ട് വേറെ എന്ത് കാരണം വേണം? ഉടൻ തന്നെ കാലിഫോർണിയ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒന്നടങ്കം കോയഡ് കില്ലർ പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. പോലീസ് വാഹനങ്ങൾ ഒടുവിൽ എത്തിച്ചേർന്നത് ഒരു പബ്ലിക് ടെലിഫോൺ ബൂത്തിന്റെ മുൻപിലായിരുന്നു. അവിടെ അവരെയും കാത്തൊരാൾ നിൽപ്പുണ്ടായിരുന്നു. അജാനുബാഹുവായ ഏകദേശം ഒരു 7 അടി അടുത്ത് ഉയരമുള്ള ഒരാൾ. കാലിഫോർണിയ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അയാളെ അറസ്റ്റ് ചെയ്തു. പിന്നെ ചോദ്യം ചെയ്യുവാനായിട്ട് ആരംഭിച്ചു. പോലീസ് അയാളോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം ഇതാണ്: നീയാണോ ആ കോയഡ് കില്ലർ? നീയാണ് കൊലയാളിയെങ്കിൽ എന്തിനായിരുന്നു ആ നിരപരാധികളായിട്ടുള്ള 6 പെൺകുട്ടികളെ കൊല ചെയ്തത്? ഇത്രയും നേരം വരെ തലയും കുടിച്ചിരുന്ന ആ മനുഷ്യൻ മെല്ലെ മുഖമുയർത്തി. പിന്നെ പോലീസിനോട് ഇങ്ങനെ പറഞ്ഞു: സാർ, നിങ്ങൾക്ക് കണക്കിലൊരു തെറ്റുപറ്റി. 6 പേരെയല്ല ഞാൻ കൊന്നത്, മൊത്തം 8 പേരുണ്ട്. ഇതായിരുന്നു പോലീസിന് അവൻ കൊടുത്ത ആദ്യത്തെ ഷോക്ക്. ആ ഷോക്കിൽ നിന്നും മുക്തമാകും മുൻപ് തന്നെ അടുത്ത ഷോക്കും കൂടെ വന്നു. അല്ല സാർ, 8 പേരല്ല, അവർ 10 പേരുണ്ടായിരുന്നു. അതെ, ഞാൻ 10 പേരെ കൊല ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടും കാര്യങ്ങൾ അവസാനിച്ചില്ല. അന്ന് അവനെ ചോദ്യം ചെയ്ത പോലീസിനെ മാത്രമല്ല, ഈ കഥ കേൾക്കുന്ന നമ്മളെ സംബന്ധിച്ച് ആശ്ചര്യപ്പെടുവാനായിട്ട് ഇനിയും ധാരാളം കാര്യങ്ങൾ ബാക്കിയുണ്ട്. ആ സമയത്തും ഒരു ചോദ്യത്തിന് മാത്രം അവർക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് ഈ കൊലയാളി സ്വമേധയാ മുൻപോട്ട് വന്ന് കുറ്റം സമ്മതിച്ചത്? അതിനുശേഷം പോലീസിന്റെ യാതൊരു സമ്മർദ്ദവുമില്ലാതെ തന്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞത്? ആ ചോദ്യത്തിന്റെ ഉത്തരം ആ മനുഷ്യന്റെ ജീവിതമായിരുന്നു. എഡ്മണ്ട് എമിൽ കെമ്പർ എന്ന കോയഡ് കില്ലറുടെ ജീവിതം. എല്ലാ മാതാപിതാക്കളും ഒരിക്കലെങ്കിലും കേട്ടിരിക്കേണ്ട ഒരു കഥയാണിത്. വളർത്തുദോഷം മൂലം ഒരു കുട്ടി എങ്ങനെയാണ് സമൂഹത്തിന് അപകടകാരിയായിട്ട് മാറുക എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കഥ. എങ്ങനെയാണ് ഒരു സാധാരണ കുട്ടി എന്ന് പറയുവാൻ കഴിയില്ല, അസാധാരണക്കാരനായിട്ടുള്ളൊരു കുട്ടി, അവൻ എങ്ങനെയാണ് അമേരിക്കയെ വിറപ്പിച്ച ഒരു സീരിയൽ കില്ലറായിട്ട് മാറിയത്? ഒടുവിൽ തൻ്റെ കുറ്റങ്ങളെല്ലാം ഏറ്റു പറഞ്ഞുകൊണ്ട് മുൻപോട്ട് വരുവാനുള്ള കാരണം എന്താണ്? അതെല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ചോദ്യം ചെയ്യലിന്റെ പ്രാരംഭഘട്ടത്തിൽ പോലീസ് ചോദിച്ചു, നിന്റെ പേരെന്താണ്? എഡ്മണ്ട് എമിൽ കെമ്പർ മൂന്നാമൻ എന്ന മറുപടിയും കിട്ടി. അതിനുശേഷം പോലീസിന് കാര്യമായ ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ടി വന്നില്ല. തന്റെ തെറ്റുകുറ്റങ്ങൾ ഓരോന്നോരോന്നായിട്ട് അയാൾ കുമ്പസാരിക്കുവാൻ തുടങ്ങി. 1948 ഡിസംബർ 18 ഈ സീരിയൽ കില്ലർ ജനിച്ചത്. അമ്മയുടെ പേര് ക്ലാർനൽ എലിസബത്ത് കെമ്പർ, പിതാവിന്റെ പേര് എഡ്വേർഡ് എമിൽ കെമ്പർ രണ്ടാമൻ. ഒരു അസാധാരണ ശിശുവായിട്ടാണ് അവൻ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണത്. ജനന സമയത്തെ അവന്റെ ഭാരം കേട്ടാൽ നിങ്ങൾ ഞെട്ടും. 5 കിലോ 900 ഗ്രാം. 4 വയസ്സായപ്പോഴേക്കും മറ്റു കുട്ടികളെക്കാളും പ്രായത്തിൽ കവിഞ്ഞ ശരീര വളർച്ച ഇവനുണ്ടായിരുന്നു. മാത്രവുമല്ല, അവരെക്കാളും സമർത്ഥനുമായിരുന്നു. പ്രായപൂർത്തിയായ സമയത്ത് എഡ്വേർഡിന്റെ ഉയരം ഇതായിരുന്നു: 6 അടി 9 ഇഞ്ച്. ശരിക്കും ഒരു രാക്ഷസ ആകാരം. കെമ്പറിന്റെ പിതാവായ എഡ്മണ്ട് രണ്ടാമൻ 2ാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. യുദ്ധാനന്തരം അദ്ദേഹം ഒരു ഇലക്ട്രീഷ്യനായിട്ട് ജോലി നോക്കി വന്നു. എന്നാൽ അയാളുടെ ഭാര്യയായ എലിസബത്തിന് ഈ ജോലിയോട് യാതൊരു മതിപ്പുമില്ലായിരുന്നു. തനിക്ക് യോജിച്ച ഒരു ഭർത്താവായിട്ടല്ല അവൾ അയാളെ പരിഗണിച്ചത്. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിൽ നിരന്തരം കലഹം പതിവായിരുന്നു. ഒരു ദിവസം പോലും മുടക്കം വരാതെ വീട്ടിൽ നടക്കുന്ന ഈ കലഹം തന്നെയായിരുന്നു വളരെ ചെറുപ്പത്തിലെ കെമ്പറിന്റെ സ്വഭാവത്തെ മാറ്റിമറിച്ച കാരണങ്ങളിൽ ഒന്ന് എന്നാണ് പറഞ്ഞത്. അതിനർത്ഥം വേറെയും നിരവധി കാരണങ്ങളുണ്ട് എന്നാണ്. അത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പരിശോധിക്കാം. കെമ്പറിന്റെ അമ്മ എലിസബത്ത് വല്ലാത്ത ദേഷ്യക്കാരിയായിരുന്നു. ഒരു നിമിഷം പോലും അവരുടെ നാവ് അടങ്ങിയിരിക്കില്ല.
കണകുണ കണകുണ എന്ന് ഭർത്താവിനോട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. അതേ ചൊല്ലിയാണ് വഴക്ക് ആരംഭിക്കുന്നതും. പിൽക്കാലത്ത് കെമ്പറിന്റെ പിതാവ്, അതായത് എഡ്വേർഡ് രണ്ടാമൻ, തന്റെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: വേൾഡ് വാർ സമയത്ത് നാസികളോട് ഒരു വർഷം പോരാടുന്നതിലും കഷ്ടവും ദുസ്സഹവുമായിരുന്നു തന്റെ ഭാര്യയുമായിട്ട് ഒരു ദിവസം ചെലവഴിക്കുക എന്നത്. ആ ഒരു വാക്കിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം അയാൾ അക്കാലത്ത് അനുഭവിച്ച കഷ്ടപ്പാട് എന്തായിരുന്നുവെന്ന്. എന്നാൽ തന്റെ ഭർത്താവിനോട് മാത്രമല്ല, മകനോടും ആ വിദ്വേഷം അവർ വെച്ചു പുലർത്തി. ഭർത്താവിനോടുള്ള വെറുപ്പ് അയാളുടെ മകനിലും എലിസബത്ത് തീർക്കുകയായിരുന്നു. കെമ്പറിനെ അവർക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു. പിതാവായ കെമ്പറിനെ സംബന്ധിച്ച് ഭാര്യയുടെ ഉപദ്രവം മാത്രം സഹിച്ചാൽ മതി. എന്നാൽ മകനായ കെമ്പറിന്റെ അവസ്ഥ അതായിരുന്നില്ല. അമ്മയുടെ മാത്രമല്ല, സഹോദരിമാരുടെ ഉപദ്രവം കൂടി അവന് സഹിക്കേണ്ടി വന്നു. സമാനമായ കുടുംബ പശ്ചാത്തലത്തിൽ വളർന്ന അവന്റെ സഹോദരിമാരും അരപ്പിരികളായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ദിവസം കെമ്പറിന്റെ മൂത്ത സഹോദരി ഒരു കാര്യം ചെയ്തു. അവനെ ഒരു ട്രെയിനിന്റെ മുമ്പിലേക്ക് ഉന്തിയിടുവാനായിട്ട് ശ്രമിച്ചു. ഇത് ആ ബാലന് വലിയ ഷോക്കായിരുന്നു. മറ്റൊരിക്കലാകട്ടെ നല്ല ആഴമുള്ള ഒരു തടാകത്തിലേക്ക് അവൾ അവനെ തള്ളിയിട്ടു. ഭാഗ്യത്തിന് ആ സമയത്ത് സമീപത്ത് മീൻ പിടിച്ചുകൊണ്ടിരുന്ന ചിലരിത് കാണുകയും കെമ്പറിനെ രക്ഷിക്കുകയും ചെയ്തു. അന്ന് അവൻ മരിക്കേണ്ടതായിരുന്നു. ആ മീൻപിടുത്തക്കാർ ഈ കാഴ്ച കണ്ടതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. എന്നാൽ അവന്റെ ഹൃദയത്തെ വല്ലാതെ മുറിവേൽപ്പിച്ച സംഭവം ഇതൊന്നുമായിരുന്നില്ല. ബാല്യത്തിൽ എഡ്വേർഡ് കെമ്പറിന് ഒരു കളിക്കൂട്ടുകാരനുണ്ടായിരുന്നു. അത് വേറെ ആരുമായിരുന്നില്ല, അവന്റെ വീട്ടിൽ വളർത്തിയിരുന്ന ഒരു പൂവൻ കോഴിയായിരുന്നു. എല്ലാ ദിവസവും സ്കൂൾ വിട്ടു വരുമ്പോൾ അവൻ ഈ കോഴിയുമായിട്ട് സംസാരിച്ച് കളിച്ചുല്ലസിച്ച് നടക്കും. അസാധാരണമായിട്ടുള്ള ശരീര വളർച്ച ഉള്ളതുകൊണ്ട് മറ്റു കുട്ടികളും അവനെ കൂട്ടത്തിൽ കൂട്ടിയിരുന്നില്ല. കെമ്പർക്ക് ആകെ ആശ്രയം എന്ന് പറയാവുന്നത് ഈ പൂവൻ കോഴി മാത്രമാണ്. അവൻ അതിനെ വല്ലാതെ സ്നേഹിച്ചു. എന്നാൽ ഒരു ദിവസം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങി വന്ന കെമ്പർ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. അവന്റെ പിതാവായ എഡ്വേർഡ് അന്നത്തെ അത്താഴത്തിന് വേണ്ടിയിട്ട് തന്റെ കൂട്ടുകാരനെ പിടികൂടിയിരിക്കുന്നു. കുട്ടിയുടെ മുൻപിൽ വെച്ച് തന്നെ അയാൾ ആ കോഴിയുടെ കഴുത്തറുത്തു. ഈ കാഴ്ച കെമ്പറിന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. പക്ഷേ അതുകൊണ്ടും കാര്യങ്ങൾ അവസാനിച്ചില്ല. അന്ന് വൈകിട്ട് കോഴിയിറച്ചി തനിക്ക് വേണ്ട എന്ന് കെമ്പർ പറഞ്ഞെങ്കിലും അവന്റെ അമ്മയായ എലിസബത്ത് അവനെ അടിച്ചും നിർബന്ധിച്ചും അത് തീറ്റിച്ചു. ഈ സംഭവം അവന്റെ മനസ്സിൽ ഉണങ്ങാത്തൊരു വ്രണമായിട്ട് കിടന്നു. എന്നാൽ അവന്റെ പിതാവായ എഡ്മണ്ട് രണ്ടാമൻ ചിന്തിച്ചത് മറ്റൊന്നായിരുന്നു. തന്റെ മകൻ ഒരു ആണായിട്ട് വളരണമെങ്കിൽ ഇത്തരം ബാലിശമായിട്ടുള്ള സെന്റിമെന്റ്സ്, ഭയം, ഇതെല്ലാം മാറണം. അതിനു വേണ്ടിയിട്ട് അയാൾ ഒരു കാര്യം ചെയ്തു. മിക്ക ദിവസവും ഒരു കോഴിയെ വാങ്ങിക്കൊണ്ടുവരും. എന്നിട്ട് കെമ്പറിന്റെ മുമ്പിൽ വെച്ച് അതിന്റെ കഴുത്ത് മുറിക്കും. അവസാനം അവന്റെ പിതാവ് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നു. പോകെ പോകെ ഒരു ജീവി കൊല്ലപ്പെടുന്നത് കാണുമ്പോഴുണ്ടാകുന്ന ഭയം അവനിൽ നിന്ന് മാറിപ്പോയി. എന്നാൽ അയാൾ വിചാരിക്കാത്ത മറ്റൊരു കാര്യം കൂടി സംഭവിച്ചിരുന്നു. ബാലനായ എഡ്വേർഡ് എമിൽ കെമ്പർ മൂന്നാമന്റെ ഉള്ളിൽ ഒരു ജീവി കൊല്ലപ്പെടുന്നത് കാണുവാനുള്ള ആകാംക്ഷയും ഉടലെടുത്തു. അവന്റെ ആദ്യ ഇര വീട്ടിൽ വളർത്തിയിരുന്നൊരു പൂച്ചക്കുട്ടിയായിരുന്നു. ഒരു ദിവസം ആ പൂച്ചക്കുട്ടി അവൻ ജീവനോടെ നിലത്ത് കുഴിച്ചിട്ടു. അല്പനേരം കഴിഞ്ഞ് അത് ചത്തുവെന്ന് ഉറപ്പാക്കിയപ്പോൾ അതിനെ പുറത്തെടുത്ത് അതിന്റെ തല വെട്ടി മാറ്റിയിട്ടൊരു കമ്പിൽ കുത്തി നിർത്തി. തന്റെ 10ാമത്തെ വയസ്സിലാണ് അവൻ ഈ ക്രൂരകൃത്യം ചെയ്തത്. 13ാമത്തെ വയസ്സിലും അവൻ ഈ കാര്യം ആവർത്തിച്ചു. വീട്ടിൽ വളർത്തിയിരുന്ന മറ്റൊരു പൂച്ചക്കുട്ടിയെ പിടികൂടി കൊന്ന് അതിനെ കൊത്തി നുറുക്കി കഷ്ണങ്ങളാക്കി ക്ലോസറ്റിൽ നിക്ഷേപിച്ചു. ഒരു സാധാരണ കുട്ടി പിൽക്കാലത്ത് അമേരിക്കയിൽ നടിക്കിയ ഒരു സീരിയൽ കില്ലറായിട്ട് മാറുന്നതിന്റെ ആ പരിണാമത്തിന്റെ ആദ്യ ഘട്ടങ്ങളായിരുന്നു ഇതെല്ലാം. കൈപേറിയ ഇത്തരം ജീവിതാനുഭവങ്ങൾ കൊണ്ട് മറ്റുള്ള കുട്ടികളെ പോലെ ആയിരുന്നില്ല ചെറുപ്പം മുതലേ കെമ്പർ. സാധാരണ കുട്ടികൾ ഏർപ്പെടുന്ന വിനോദമൊന്നും അവനെ രസിപ്പിച്ചില്ല. അവന്റെ ഉള്ളിൽ ഒരു കൗതുകമുണ്ടായിരുന്നു, ഒരു ആകാംക്ഷ. മരണസമയത്ത് ഒരാൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ എന്തായിരിക്കും? ചെറുപ്പം മുതലേ അവന്റെ മനസ്സിലുണ്ടായിരുന്ന ചോദ്യം ഇതായിരുന്നു. കെമ്പറിന്റെ ബാല്യകാല വിനോദങ്ങളെയും ഈ ചോദ്യം സ്വാധീനിച്ചു. തന്റെ സഹോദരിയുടെ പാവ എടുത്ത് നിലത്ത് വെച്ച് അതിനു ചുറ്റും ഒരു വട്ടമോ അല്ലെങ്കിൽ പഞ്ചാഗ്രിയോ വരയ്ക്കും. എന്നിട്ട് സങ്കല്പത്തിൽ ചില മന്ത്രവാദ ക്രിയകളൊക്കെ ചെയ്യും. അതിനുശേഷം ആ പാവയുടെ കൈകളും കാലുകളും മുറിച്ചു മാറ്റും. മറ്റു ചിലപ്പോൾ ഒരു കസേര എടുത്തുകൊണ്ടുവന്ന് അവൻ അതിൽ ഇരിക്കും. എന്നിട്ട് അതൊരു ഇലക്ട്രിക് ചെയർ ആണെന്ന് സങ്കല്പിക്കും. പിന്നെ സഹോദരിമാരോട് ഭാവനയിൽ ഒരു സ്വിച്ച് അമർത്തുവാനായിട്ട് ആവശ്യപ്പെടും. അവർ ഭാവനയിൽ എന്ന പോലെ സ്വിച്ച് അമർത്തും. ആ സമയത്ത് ഷോക്ക് അടിച്ച് പിടയും പോലെ അവൻ അഭിനയിക്കും. അഡോൾഫ് ഹിറ്റ്ലർ നടത്തിയ കൂട്ടക്കൊലകളെക്കുറിച്ച് തന്റെ പിതാവിൽ നിന്നും കേട്ടതും അല്ലാത്തതുമായിട്ടുള്ള ചില അറിവുകൾ അവനുണ്ടായിരുന്നു. യഹൂദന്മാർ ഗ്യാസ് ചേംബറുകളിൽ അടയ്ക്കപ്പെട്ട കഥകളും അവർ അന്ന് അവിടെ അനുഭവിച്ച പീഡനങ്ങളും തന്റെ പിതാവിൽ നിന്നും കേട്ട കഥകളിൽ നിന്നും ഇതിനോടകം അവന് ഹൃദ്യസ്ഥമായിരുന്നു. ആ ഗ്യാസ് ചേംബറുകളിൽ വെച്ച് അന്ന് അവർ അനുഭവിച്ച വേദന, മരണഭയം അതെന്തായിരിക്കും? ഇതൊക്കെയായിരുന്നു അവന്റെ മനസ്സിനെ മതിപ്പിച്ച ചോദ്യങ്ങൾ. തന്റെ മുറിയുടെ ഉൾവശം ഒരു ഗ്യാസ് ചേംബറായിട്ട് അവൻ സങ്കല്പിക്കും. പിന്നെ ഭാവനയിൽ അതിന്റെ ഉള്ളിൽ കിടന്ന് പിടഞ്ഞു പിടഞ്ഞ് മരിക്കുന്നതായിട്ട് അഭിനയിക്കും. ഇതൊക്കെയായിരുന്നു അവന്റെ മനസ്സിനെ ആഹ്ലാദിപ്പിച്ച വിനോദങ്ങൾ. ഇതിനിടയിൽ കെമ്പറിന്റെ സ്വഭാവത്തെ മാറ്റിമറിച്ച മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. ഒരിക്കൽ അവനൊരു മാജിക് പ്രോഗ്രാം കാണുവാനായിട്ടിടയായി. അതിലുണ്ടായിരുന്ന ഒരു ഇനം ഇതായിരുന്നു: ഒരു മനുഷ്യന്റെ തല വെട്ടി മാറ്റുന്നു. ആ കാഴ്ച മറ്റു കാണികളിൽ വലിയ ഭയമുണ്ടാക്കി. എന്നാൽ കെമ്പറിന്റെ ഉള്ളിൽ ചില ചോദ്യങ്ങളായിരുന്നു ഉയർന്നത്. ഒരു മനുഷ്യന്റെ തല വെട്ടിമാറ്റിയാൽ അവർക്ക് എന്തായിരിക്കും തോന്നുക? ആ വേദന എത്ര സമയം നിലനിൽക്കും? ഈ ചോദ്യത്തിന്റെ ഉത്തരമായിരുന്നു പിൽക്കാലത്ത് തന്റെ ഇരകളിൽ അവൻ തേടിയത്. എഡ്മണ്ട് കെമ്പർ കൊലപ്പെടുത്തിയിട്ടുള്ള സ്ത്രീകൾക്കെല്ലാം ചില സമാനതകൾ ഉണ്ടായിരുന്നു.
അവരുടെ എല്ലാവരുടെയും തല വെട്ടി മാറ്റിയിരുന്നു. പ്രായത്തിൽ കവിഞ്ഞ ശാരീരിക വളർച്ച മാത്രമായിരുന്നില്ല കെമ്പർക്ക് ഉണ്ടായിരുന്നത്. വൈകാരികപരമായിട്ടും മറ്റു കുട്ടികളെക്കാളും അവൻ ബഹുദൂരം മുൻപിലായിരുന്നു. അതിന്റെ ഒരു ഉദാഹരണം നോക്കാം. അവന്റെ പിതാവിന് ഒരു ബൈനോക്കുലർ ഉണ്ടായിരുന്നു. ആ ബൈനോക്കുലറും എടുത്തുകൊണ്ട് അവൻ പതിവായിട്ട് അയൽവക്കത്തുള്ളൊരു വീട്ടിലേക്ക് പോകും. അവിടെ താമസിച്ചിരുന്നത് അവനെ 2ാം ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്ന അധ്യാപികയായിരുന്നു. ഈ ബൈനോക്കുലർ ഉപയോഗിച്ച് അവരെ നിരീക്ഷിക്കുക എന്നതായിരുന്നു അവന്റെ മറ്റൊരു ഹോബി. ഒരിക്കൽ ഇത് പിടിക്കപ്പെടുകയും വീട്ടിൽ അറിയുകയും ചെയ്തു. നല്ല അടിയും കിട്ടി. 1957 കെമ്പറിന്റെ ജീവിതത്തെ ആകമാനം തകർത്തു കളഞ്ഞ ഒരു സംഭവം ഉണ്ടായത്. ആ വർഷം അവന്റെ മാതാപിതാക്കൾ വിവാഹമോചനം നേടി. സത്യം പറഞ്ഞാൽ അവന്റെ പിതാവായ എഡ്മണ്ട് എലിസബത്തിൽ നിന്നും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഒരു സാധാരണ മനുഷ്യന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ആ സ്ത്രീ. സദാസമയം കലഹം, മദ്യത്തിനടിമ. എന്നാൽ ഈ വിവാഹമോചനം ഏറ്റവും അധികം ബാധിച്ചത് കെമ്പർ മൂന്നാമനെയായിരുന്നു. ഭർത്താവ് തന്നെ വിട്ടുപോയതോടെ ആ ദേഷ്യം മുഴുവനും അവർ തന്റെ മകനെ തീർത്തു. വളരെ ക്രൂരമായിട്ടായിരുന്നു അവർ അവനെ ട്രീറ്റ് ചെയ്തത്. ഏകദേശം 1 വർഷക്കാലം കെമ്പറിനെ അവർ തന്റെ വീടിന്റെ ബേസ്മെന്റിൽ അടച്ചിട്ടു. വെറും നിലത്താണ് അവൻ കിടന്നുറങ്ങിയത്. അതിന് കാരണമായിട്ട് എലിസബത്ത് പറഞ്ഞത് അവൻ തന്റെ പെൺമക്കളെ ഉപദ്രവിച്ചാലോ എന്ന ഭയം കൊണ്ടാണ് എന്നായിരുന്നു. അസാധാരണമായിട്ടുള്ള ശരീര വലിപ്പമുള്ള കെമ്പറിന് ആ ബേസ്മെന്റിലെ ജീവിതം വളരെയേറെ ദുസ്സഹമായിരുന്നു. അവൻ തനിക്ക് ചുറ്റും കണ്ടത് ഇരുട്ടും നിരാശയും മാത്രമായിരുന്നു. സന്തോഷിക്കുവാനായിട്ട് യാതൊരു വകയുമില്ല. അങ്ങനെ ഇരിക്കെ 14ാമത്തെ വയസ്സിൽ കെമ്പർ ഒരു തീരുമാനമെടുക്കുകയാണ്. അമ്മയുടെ കൂടെയുള്ള ജീവിതം മതിയാക്കി അച്ഛന്റെ അടുക്കിലേക്ക് പോകാം. അവിടെ തനിക്ക് നല്ലൊരു ജീവിതം കിട്ടും. ആ സമയത്ത് അവന്റെ പിതാവ് താമസിക്കുന്നത് കാലിഫോർണിയയിലായിരുന്നു. ഒടുവിൽ എങ്ങനെയൊക്കെയോ കെമ്പർ പിതാവിന്റെ അടുക്കൽ എത്തപ്പെടുകയാണ്. അപ്പോഴാണ് അവൻ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം അറിഞ്ഞത്. തന്റെ പിതാവ് വേറൊരു വിവാഹം കഴിച്ചിരിക്കുന്നു. അതിലൊരു കുട്ടിയുമുണ്ട്. താൻ ഇന്നുവരെ കാണാത്ത ഒരു കുഞ്ഞനുജൻ. എന്തായാലും പിതാവിന്റെ കൂടെ കുറച്ചു കാലം അവൻ താമസിച്ചു. വൈകാതെ അവർക്കും ഇവനൊരു ഭാരമായിട്ട് മാറുകയാണ്. അതുകൊണ്ട് പിതാവായ കെമ്പർ ഒരു കാര്യം ചെയ്തു. തന്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് മകനെ അയച്ചു. അതായത് എഡ്വേർഡ് കെമ്പറിന്റെ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും അടുക്കിലേക്ക്. കെമ്പറിന്റെ മുത്തശ്ശനായ എഡ്മണ്ട് കെമ്പർ നല്ലൊരു ശിക്കാരിയായിരുന്നു. തന്റെ കൊച്ചുമകനെ അദ്ദേഹം വേട്ടയാടുവാനായിട്ട് പഠിപ്പിച്ചു. എന്നാൽ അവിടെയുള്ള താമസവും അവൻ അത്ര സുഖകരമായിരുന്നില്ല. അവന്റെ മുത്തശ്ശി നിസ്സാര കാര്യത്തിനു വരെ അവനോട് ദേഷ്യപ്പെടുമായിരുന്നു. ചെറുപ്പം മുതലേ മറ്റുള്ളവരിൽ നിന്നും അവഗണനയും പരിഹാസവും തിരസ്കരണവും അല്ലാതെ അവന് മറ്റൊന്നും കിട്ടിയിട്ടില്ല. ഒരു ദിവസം കാര്യങ്ങളാകെ കൈവിട്ടു. 1964 ഓഗസ്റ്റ് 27. അന്നും പതിവ് പോലെ കെമ്പറിന്റെ മുത്തശ്ശി അവനുമായിട്ട് വഴക്കുണ്ടാക്കി. ആ സമയത്ത് അവന്റെ മുത്തശ്ശൻ കടയിൽ സാധനങ്ങൾ വാങ്ങുവാൻ പോയതായിരുന്നു. പ്രകോപനത്തിന്റെ പകയുടെ ആ ഉന്മാദ നിമിഷത്തിൽ കുട്ടി കെമ്പർ ഒരു കാര്യം ചെയ്തു. അവൻ നേരെ മുത്തശ്ശന്റെ റൂമിലേക്ക് പോയിട്ട് അവിടെ നിന്നും അദ്ദേഹത്തിന്റെ തോക്കെടുത്തു. പിന്നെ ആ തോക്ക് ഉപയോഗിച്ച് മുത്തശ്ശിയെ പിന്നിൽ നിന്നും വെടിവെച്ചു. അതുകൊണ്ടും തീർന്നില്ല. അടുക്കളയിൽ ഉണ്ടായിരുന്ന കറിക്കത്തിയെടുത്ത് ആ ജഡത്തിൽ തലങ്ങും വിലങ്ങും വെട്ടി. ആ സ്ത്രീ ദാരുണമായിട്ട് കൊല്ലപ്പെട്ടു. അല്പസമയം കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ വീട്ടിലേക്ക് മടങ്ങി വരുന്നത് കെമ്പർ കണ്ടു. പിന്നെ ഒട്ടും മടിച്ചില്ല. തോക്കുമായിട്ട് പുറത്തേക്ക് ചാടി അവൻ ആ മുറ്റത്ത് വെച്ച് തന്നെ മുത്തശ്ശനെയും വെടിവെച്ച് കൊന്നു. ഇത്രയും നേരം വരെ കെമ്പറിന്റെ കുറ്റസമ്മതം കേട്ടുകൊണ്ടിരുന്ന പോലീസ് ഈ സമയമായപ്പോൾ ഇടയ്ക്ക് കയറി ഒരു ചോദ്യം ചോദിച്ചു. നീ എന്തിനാണ് മുത്തശ്ശനെ വെടിവെച്ച് കൊന്നത്? അദ്ദേഹത്തിന് നിന്നോട് വാത്സല്യമായിരുന്നല്ലോ. അതിന് അവൻ കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു. അമ്മൂമ്മ മരിച്ചു എന്നറിയുമ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത വിഷമമാകും. അദ്ദേഹം വിഷമിക്കാതിരിക്കുവാനാണ് അദ്ദേഹത്തെയും വെടിവെച്ച് കൊന്നത്. രണ്ടുപേരെയും കൊല ചെയ്ത ശേഷം എന്തു ചെയ്യണമെന്നറിയാതെ അവൻ പരിഭ്രാന്തിയിലായി. അവന് വിളിക്കുവാനായിട്ട് ആകെ ഉണ്ടായിരുന്നത് അമ്മ മാത്രമാണ്. കെമ്പർ വേഗം തന്നെ ഫോണിൽ എലിസബത്തിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം അറിയിച്ചു. എലിസബത്ത് അവന് കൊടുത്ത നിർദ്ദേശം ഇതായിരുന്നു. എത്രയും വേഗം ഈ കാര്യങ്ങൾ പോലീസിൽ അറിയിക്കുക, എന്നിട്ട് പോലീസിന് കീഴടങ്ങുക. അവൻ അത് ചെയ്തു. പോലീസ് വന്ന് കെമ്പറിനെ അറസ്റ്റ് ചെയ്തു. വെറും 14 വയസ്സുള്ള ഒരു ബാലനാണ് ഈ ഇരട്ടക്കൊല ചെയ്തത് എന്ന് പോലീസിന് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. അവർ അവനെ വിശദമായിട്ട് പരിശോധിച്ചു. ആ പരിശോധനയിൽ മാനസിക രോഗ വിദഗ്ധർ കണ്ടെത്തിയത് ഇതായിരുന്നു. എഡ്മണ്ട് എമിൽ കെമ്പർ മൂന്നാമന് നിരവധി മനോവൈകല്യമുണ്ട്. സെക്സോഫ്രീനിയ, സ്കിസോഫ്രീനിയ തുടങ്ങി പലതരം മാനസിക വൈകല്യങ്ങളും ഈ കുട്ടിയിലുണ്ട്. അതുകൊണ്ട് കുറ്റവാളികളെ പാർപ്പിക്കുന്ന ജയിലിലേക്ക് അയക്കാതെ അവനെ അറ്റ്കാസ് ഡെറോ സ്റ്റേറ്റ് എന്ന മെന്റൽ ഹോസ്പിറ്റലിലേക്ക് അയക്കുകയാണ് ചെയ്തത്. ഈ ജയിലും മനോരോഗികളായിട്ടുള്ള കുറ്റവാളികളെ ചികിത്സിക്കുന്ന സ്ഥലമാണ്. എന്നാൽ ജയിലിലെ അവന്റെ പെരുമാറ്റം തികച്ചും വ്യത്യസ്തമായിരുന്നു. ഒരു മാനസിക രോഗിക്ക് ഉണ്ടാകേണ്ട യാതൊരു ലക്ഷണവും അവന് കണ്ടില്ല. മാത്രവുമല്ല, അവിടെയുള്ള വാർഡന്മാർക്കും അതുപോലെ ഡോക്ടർമാർക്കും ഇവൻ വലിയൊരു സഹായമായിരുന്നു. കുഴപ്പക്കാരായ മറ്റു കുറ്റവാളികളെ ബലം പ്രയോഗിച്ച് കീഴടക്കുവാനായിട്ട് എഡ്മണ്ട് അവരെ സഹായിച്ചിരുന്നു. ഈ ജയിൽവാസം അവനിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. മറ്റു കുറ്റവാളികളെ പരിചയപ്പെടുത്തുവാനും അവരുടെ മോഡസ് ഓപ്പറാൻഡികൾ മനസ്സിലാക്കുവാനും കെമ്പറിനെ ഇത് സഹായിച്ചു. യാതൊരു തെളിവുമില്ലാതെ ഒരു സ്ത്രീയെ എങ്ങനെ ബലാത്സംഗം ചെയ്യാം, പോലീസ് കണ്ടെത്താതിരിക്കുവാൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ള ആശയങ്ങളൊക്കെ ഇവിടെ നിന്നുമാണ് അവൻ പഠിച്ചത്. പിൽക്കാലത്തെ ഈ അറിവുകളെല്ലാം അവൻ അതുപോലെ പ്രയോഗിക്കുകയും ചെയ്തു. അതിന് ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. കെമ്പർ വേട്ടയാടിയ സ്ത്രീകളിൽ പലരെയും അവൻ വെടിവെച്ചാണ് കൊന്നത്. എന്നാൽ ആ ജഡങ്ങൾ ഉപേക്ഷിക്കും മുൻപായിട്ട് അവരുടെ ശരീരത്തിലുണ്ടായിരുന്ന വെടിയുണ്ടകൾ അവൻ നീക്കം ചെയ്തിരുന്നു.
ആ വെടിയുണ്ടയുടെ പിന്നാലെ അന്വേഷിച്ച് പോലീസ് തന്റെ നേർക്ക് വരാതിരിക്കുവാനുള്ള മുൻകരുതലായിരുന്നു അത്. 1969 ഡിസംബർ 18 കെമ്പറിന് ആദ്യമായിട്ട് പരോൾ ലഭിച്ചു. അവനെ ചികിത്സിച്ച സൈക്കോളജിസ്റ്റുകൾ കെമ്പറിന് ഒരു കാരണവശാലും പരോൾ കൊടുക്കരുത് എന്ന് കർശനമായിട്ട് പറഞ്ഞെങ്കിലും അവന് പരോൾ അനുവദിക്കപ്പെട്ടു. എന്നാൽ കോടതി വിധിയിൽ ഒരു കാര്യം പ്രത്യേകമായിട്ട് എഴുതിയിരുന്നു: ഒരു കാരണവശാലും കെമ്പർ തന്റെ മാതാവിന്റെ കൂടെ പോകരുത്, വേറെ എവിടെയെങ്കിലും മാറി താമസിക്കണം. പക്ഷെ അവൻ അതിന് കഴിയുമായിരുന്നില്ല. പിതാവിന്റെ അടുക്കിലേക്ക് പോകുവാനായിട്ട് കഴിയില്ല, കാരണം അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെയാണല്ലോ ഇവൻ കൊലപ്പെടുത്തിയത്. പിന്നെ ആകെയുള്ള ഒരു ആശ്രയം എന്ന് പറയുന്നത് അമ്മ മാത്രമാണ്. ഒടുവിൽ ഗത്യന്തരമില്ലാതെ എലിസബത്തിന്റെ വീട്ടിലേക്ക്, ആ നരകത്തിലേക്ക് അവൻ വീണ്ടും മടങ്ങിയെത്തുകയാണ്. ഇതിനോടകം എലിസബത്ത് വേറൊരു വിവാഹം കഴിച്ചിരുന്നു. അതും ഒരു ദുരന്തത്തിലാണ് അവസാനിച്ചത്. അയാളും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. അമ്മയുടെ കൂടെ താമസം ആരംഭിച്ച ഉടൻ തന്നെ കെമ്പർ ഒരു കോളേജിൽ ചേരുകയാണ്, തുടർ വിദ്യാഭ്യാസത്തിനായിട്ട്. അതും പരോളിന്റെ ഭാഗമായിട്ടുള്ളൊരു നിബന്ധനയായിരുന്നു. അമിതമായിട്ടുള്ള ശരീരവലിപ്പം കോളേജിലും അവന് വിനയായി. കൂട്ടുകാർ അവനെ വിളിച്ചത് ബിഗ് ഇഡി എന്നാണ്. ഇതിനിടയിൽ പോലീസിൽ ചേരുവാനായിട്ട് കെമ്പർ ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷെ അമിതമായിട്ടുള്ള ശരീര വലിപ്പം തന്നെയാണ് ഇവിടെയും അവന് വിനയായത്. ആ സമയത്ത് അവന്റെ ഉയരം 6 അടി 9 ഇഞ്ചാണ്. അതുകൊണ്ട് തന്നെ അയോഗ്യനാക്കപ്പെട്ടു. പോലീസിൽ ചേരുവാനായിട്ട് സാധിച്ചില്ല എങ്കിലും ധാരാളം പോലീസുകാരുമായിട്ട് സൗഹൃദം സൃഷ്ടിക്കുവാനായിട്ട് കെമ്പറിന് കഴിഞ്ഞു. കുറച്ചു കാലം ചെറിയ ചെറിയ ജോലികൾ ചെയ്തു. പക്ഷെ ഒന്നിലും രക്ഷയുണ്ടായില്ല. അങ്ങനെ ഇരിക്കവെയാണ് കാലിഫോർണിയ ട്രാൻസ്പോർട്ടേഷനിൽ ജോലി കിട്ടിയത്. അതോടെ കുറച്ച് പണം കയ്യിൽ വന്നു ചേർന്നു. കയ്യിൽ അല്പം വരുമാനമായതും നരകതുല്യമായിട്ടുള്ള ആ വീട്ടിൽ നിന്നും കെമ്പർ രക്ഷപ്പെട്ടു. ഒരു കൂട്ടുകാരനുമായിട്ട് ചേർന്ന് മറ്റൊരു സ്ഥലത്തൊരു വീട് വാടകയ്ക്കെടുത്ത് താമസം ആരംഭിച്ചു. പക്ഷേ എലിസബത്ത് അവിടെയും വിട്ടില്ല. ആ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് കടന്നു വന്ന് അവനെ പ്രകോപിപ്പിക്കും. മാനസികമായിട്ടും ശാരീരികമായിട്ടും കെമ്പറിനെ എങ്ങനെയൊക്കെ തളർത്താമോ അതെല്ലാം അവർ ചെയ്തു. അവന്റെ ശരീര വലിപ്പത്തെ പരിഹസിച്ചു, ജെൻഡറിനെ ചോദ്യം ചെയ്തു. കെമ്പർ ഒരു സ്വർഗാനുരാഗിയാണെന്നും അവന്റെ കൂട്ടുകാരനും അതുതന്നെയാണെന്നും അവർ ആക്ഷേപിച്ചു. ഒരിക്കൽ പോലും ആ അമ്മ തന്റെ മകനെ നോക്കി സ്നേഹത്തോടെ ഒന്ന് ചിരിക്കുക പോലും ചെയ്തിട്ടില്ല. ഇതെല്ലാം കെമ്പറിന്റെ മനസ്സിൽ പതിഞ്ഞ മുറിവുകളെ കൂടുതൽ ആഴമുള്ളതാക്കി. എന്നാൽ വിധി അവനെ വീണ്ടും ചതിച്ചു എന്ന് പറയാം. കാലിഫോർണിയ ട്രാൻസ്പോർട്ടേഷനിലെ ജോലി അധികകാലം അവന് മുൻപോട്ട് തുടരുവാനായില്ല. ഒരിക്കൽ ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് ഉണ്ടായി. ബൈക്ക് പോയിട്ടൊരു കാറിൽ തട്ടി. കെമ്പറിന്റെ ഒരു കൈ ഒടിഞ്ഞു. അതോടെ ഉള്ള ജോലിയും പോയി. പക്ഷേ നഷ്ടപരിഹാരമായിട്ട് കാറിന്റെ ഉടമയ്ക്ക് കെമ്പറിന് 15,000 പൗണ്ട് കൊടുക്കേണ്ടി വന്നു. ആ പണം ഉപയോഗിച്ച് അവൻ ഒരു കാറ് വാങ്ങി. ആ കാറിന്റെ ഉള്ളിൽ വെച്ചാണ് വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ട നരഹത്യകൾ എല്ലാം നടന്നത്. ആ കാറും എടുത്ത് സഞ്ചരിക്കുന്ന സമയത്താണ് ഒരു കാര്യം കെമ്പറിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ധാരാളം ആളുകൾ വഴിവെക്കിൽ നിന്ന് ഹിച്ച് ഹൈക്കിങ്ങിന് വേണ്ടിയിട്ട് കൈ നീട്ടുന്നു. ആദ്യകാലത്ത് നിരവധി ആളുകളെ കാറ് കയറ്റി അവരുടെ ലക്ഷ്യസ്ഥാനത്ത് അവൻ എത്തിച്ചിരുന്നു. പിന്നെ പോകെ പോകെ അവന്റെ മനസ്സിൽ പുതിയൊരു ആശയം ഉടലെടുത്തു. ബാല്യത്തിൽ അവന്റെ മനസ്സിനെ ഉന്മാദത്തിന്റെ ഉച്ചകോടിയിൽ എത്തിച്ചിരുന്ന ആ കൗതുകം, ഒരാൾ മരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയുവാനുള്ള ആ ചിന്ത, അതെന്താണെന്ന് നേരിൽ അനുഭവിച്ച് മനസ്സിലാക്കണം. അതിനുശേഷം അവൻ ചെയ്തത് ഇതാണ്: ഏതാനും ബാഗുകളും കത്തികളും കുറച്ച് കൈവലങ്ങുകളും വാങ്ങി. എന്നിട്ടത് കാറിൽ സൂക്ഷിച്ചു. ഒരു സീരിയൽ കില്ലറിന്റെ ജൈത്രയാത്രയുടെ തുടക്കമായിരുന്നു അത്. അതിന് വളം വെച്ച് കൊടുത്തതാകട്ടെ എലിസബത്തിന്റെ നിരന്തരമായിട്ടുള്ള വഴക്കും. ഇത്രയുമാണ് എഡ്മണ്ട് എമിൽ കെമ്പർ പോലീസിനോട് നടത്തിയ കുറ്റസമ്മതം. എന്നാൽ ഇവിടെയും ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. 6ഓളം യുവതികളെ കൊലപ്പെടുത്തിയത് താനാണെന്ന് പറഞ്ഞാണ് അയാൾ പോലീസിന് കീഴടങ്ങിയത്. തുടർ വിചാരണയിൽ ബാല്യത്തിൽ അവൻ ചെയ്ത 2 കൊലപാതകങ്ങളും പുറത്തേക്ക് വന്നു. മൊത്തത്തിൽ നോക്കിയാൽ 6ഉം 2 8. എന്നാൽ കെമ്പർ പോലീസിനോട് പറഞ്ഞത് താൻ 10 പേരെ കൊന്നിട്ടുണ്ട് എന്നാണ്. 2 പേർ ഇപ്പോഴും മിസ്സിംഗ് ആണ്. പോലീസ് അതേക്കുറിച്ച് അവനോട് ചോദിച്ചു. അപ്പോൾ കെമ്പർ മറ്റൊരു കഥ പറഞ്ഞു. 1973 ഏപ്രിൽ 20 കെമ്പർ പോലീസിന് കീഴടങ്ങുന്നതിന് തൊട്ടു മുൻപുള്ള രാത്രി. ഏപ്രിൽ 19 രാത്രി. സമയം ഏകദേശം ഒരു 8 മണിയായിട്ടുണ്ട്. കെമ്പർ തന്റെ വീട്ടിലേക്ക് മടങ്ങി വന്നു. പതിവ് പോലെ എലിസബത്ത് അവനുമായിട്ട് കലഹിച്ചു. അമ്മയോട് വഴക്കിട്ട ശേഷം മുറിയിലേക്ക് പോയ കെമ്പർ ഒരു കാര്യം ചിന്തിച്ചു. താൻ ഇങ്ങനെ ആകുവാനും അനേകം ആളുകളെ കൊല ചെയ്യുവാനുമുള്ള മൂല കാരണം എന്താണ്? അത് തന്റെ അമ്മയാണ്. ഇനിയും ഇത് സഹിക്കുവാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് അവൻ ഉറപ്പിച്ചു. എലിസബത്ത് ഉറങ്ങിയെന്ന് മനസ്സിലാക്കിയ കെമ്പർ ഒരു ചുറ്റികയുമായിട്ടാണ് അവളുടെ മുറിയിലേക്ക് കയറിയത്. പിന്നെ ആ ചുറ്റിക ഉപയോഗിച്ച് അമ്മയുടെ തലയിൽ ആഞ്ഞടിച്ചു. അതിനുശേഷം എലിസബത്തിന്റെ തല വെട്ടിയെടുത്ത് മുറിയിലെ ഒരു ഷെൽഫിൽ എടുത്തു വെച്ചു. പിന്നെ ഏകദേശം 1 മണിക്കൂറോളം ആ തലയുടെ മുൻപിൽ നിന്നുകൊണ്ട് അവൻ അലറിക്കൂവി. പിന്നീട് ഇതേക്കുറിച്ച് കെമ്പർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇത്തവണ ഞാൻ സംസാരിക്കും, എന്നാൽ അവർക്ക് മറുപടി പറയുവാനായിട്ട് കഴിയില്ല. അതിനുശേഷം ആ തലയിൽ നിന്നും നാക്കും കുരൽവള്ളിയും അവൻ വേർപെടുത്തിയെടുത്തു. എന്നിട്ട് അത് ചവറ്റുകൊട്ടയിലിട്ടു. ഓർമ്മ വെച്ച കാലം മുതലേ താൻ സഹിച്ചു വന്ന അപമാനവും പീഡനവും യാതനയും എല്ലാം ഇതോടെ അവസാനിച്ചതായിട്ട് അവന് തോന്നി. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യമുണ്ട്. സ്വന്തം വീട്ടിൽ വെച്ചാണ് അവൻ കൊല നടത്തിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും പോലീസിന്റെ അന്വേഷണം കെമ്പറിന്റെ നേരെ വരും. അത് ഒഴിവാക്കുവാനായിട്ട് അവനൊരു കാര്യം ചെയ്തു. ആദ്യം എലിസബത്തിന്റെ തലയില്ലാത്ത ജഡമെടുത്ത് ഒരു അലമാരയിൽ വെച്ച് പൂട്ടി. അതിനുശേഷം പുറത്തേക്ക് പോയി ഒരു ബാറിൽ കയറി മദ്യപിച്ചു. മടങ്ങി വരുന്ന വഴിക്ക് സാറാ ടൈലർ ഹാലി ഹാലറ്റ് എന്ന സ്ത്രീയുടെ വീട്ടിൽ കയറി.
ഈ സാറ എലിസബത്തിന്റെ കൂട്ടുകാരിയാണ്. സാറയോട് കെമ്പർ പറഞ്ഞത് ഇങ്ങനെയാണ്: അമ്മ പറഞ്ഞിട്ട് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുവാനാണ് ഞാൻ വന്നത്. ഇന്ന് അത്താഴം വീട്ടിലാകാം, എന്നിട്ട് നമുക്കെല്ലാവർക്കും ഒരു സിനിമയ്ക്ക് പോകാം. കെമ്പർ പറഞ്ഞതും വിശ്വസിച്ച് സാറ കാറിൽ കയറി. വീട്ടിലെത്തിയ ഉടൻ തന്നെ സാറയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. പിന്നെ ആ ശരീരം വെട്ടി കഷ്ണങ്ങളാക്കി ക്ലോസറ്റിൽ വലിച്ചെറിഞ്ഞു. അതിനുശേഷം കെമ്പർ ഒരു കത്ത് എഴുതി വെച്ചു. താൻ ഏറെ നാളായിട്ട് വീട്ടിലില്ലെന്ന സൂചനയായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. ഈ കത്ത് കണ്ടെടുക്കുന്ന പോലീസ് വിചാരിക്കുന്നത് ഇങ്ങനെയായിരിക്കും: ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയെയും അവരുടെ കൂട്ടുകാരിയെയും ആരോ ഒരാൾ വന്ന് കൊലപ്പെടുത്തി. ഒരിക്കലും സംശയം തന്റെ നേർക്ക് വരില്ല. ഇത്രയും ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും നേരം ഏകദേശം വെളുക്കാറായി. അതോടൊപ്പം കെമ്പറിന്റെ മനസ്സും. ആ സമയത്ത് അവൻ ശാന്തനായിട്ടിരുന്ന് ആലോചിച്ചു, താൻ എന്തൊക്കെയാണ് ജീവിതത്തിൽ ചെയ്തു കൂട്ടിയത്. നിരപരാധികളായിട്ടുള്ള എത്രയോ മനുഷ്യരാണ് താൻ മൂലം ഇല്ലാതായത്. തന്റെ അമ്മയോട് തനിക്ക് തോന്നിയ വൈരാഗ്യത്തിന് അവർ എന്തു പിഴച്ചു. ഈ ചിന്ത കെമ്പറിൽ വലിയ കുറ്റബോധമുണ്ടാക്കി. അവന്റെ കണ്ണിൽ നിന്നും ധാരധാരയായിട്ട് കണ്ണുനീരൊഴുകി. ഇനി ഒരു നിമിഷം പോലും വൈകേണ്ടതില്ല. എല്ലാ കുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് പോലീസിൽ കീഴടങ്ങുവാൻ അവൻ തീരുമാനിച്ചു. അങ്ങനെയാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയ കെമ്പർ ആദ്യം കണ്ടിട്ട് ടെലിഫോൺ ബൂത്തിൽ കയറി പോലീസിനെ ഫോൺ ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞത്. 1973 മെയ് മാസം 7-ാം തീയതിയാണ് കെമ്പറിനെതിരെ വിചാരണ ആരംഭിച്ചത്. 8 കോടതികളിലായിട്ടാണ് അവനെതിരായിട്ടുള്ള വാദങ്ങൾ നടന്നത്. ഈ വാദം ഒക്ടോബർ 23 വരെ നീണ്ടുപോയി. ഇതിനിടയിൽ ജയിലിൽ കഴിയുന്ന സമയത്ത് കെമ്പർ 2 തവണ ആത്മഹത്യക്ക് ശ്രമിച്ചു. പക്ഷേ തക്ക സമയത്ത് മറ്റുള്ളവർ കണ്ടതുകൊണ്ട് അയാളെ രക്ഷപ്പെടുത്തുവാൻ കഴിഞ്ഞു. സൈക്കോളജിസ്റ്റുകൾ വീണ്ടും അവനെ പരിശോധിച്ചു. അവരുടെ അന്വേഷണത്തിൽ പുതിയതായിട്ട് ചില കാര്യങ്ങൾ കൂടി വെളിപ്പെട്ടു വന്നു. കെമ്പർ ഒരു സീരിയൽ കില്ലർ മാത്രമായിരുന്നില്ല, ഒരു നരഭോജി കൂടിയായിരുന്നു. തന്റെ ഇരകളുടെ ശരീരത്തിലെ മാംസളമായ ഭാഗങ്ങൾ അറുത്തെടുത്ത് ഫ്രൈ ചെയ്തവൻ കഴിച്ചിരുന്നു. 1973 നവംബർ 8-നാണ് കോടതി വിധി ഉണ്ടായത്. അവനെ ശിക്ഷിച്ച ജൂറി പാനലിൽ 6 പുരുഷന്മാരും 6 സ്ത്രീകളും ഉൾപ്പെട്ടിരുന്നു. തനിക്ക് നിയമം നൽകുവാനായിട്ട് പോകുന്ന ശിക്ഷയെക്കുറിച്ച് കെമ്പർ ഒരിക്കലും ഭയപ്പെട്ടിരുന്നില്ല. വിചാരണ സമയത്ത് അയാൾ കോടതിയോട് പറഞ്ഞത് ഇങ്ങനെയാണ്: തന്നെ എത്രയും വേഗം കൊല്ലണം, അതും ഏറ്റവും വേദനാജനകമായിട്ടുള്ള മരണമായിരിക്കണം തനിക്ക് നൽകേണ്ടത്. ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള യാതൊരു യോഗ്യതയും തനിക്കില്ല. പക്ഷെ അയാളുടെ ആഗ്രഹം മാത്രം നടന്നില്ല. ആ സമയമായപ്പോഴേക്കും കാലിഫോർണിയ സംസ്ഥാനത്ത് വധശിക്ഷ നിർത്തലാക്കിയിരുന്നു. അതുകൊണ്ട് ഓരോ കൊലയ്ക്കും അയാൾക്ക് 7 വർഷം വീതം തടവ് ശിക്ഷയാണ് കൊടുത്തത്. തനിക്ക് വധശിക്ഷയല്ല നൽകിയത് എന്നറിഞ്ഞ കെമ്പർ വളരെയേറെ ദുഃഖിതനായി. ജയിലിലടച്ച കെമ്പറിന് കൂട്ടായിട്ട് 2 സീരിയൽ കില്ലേഴ്സും ഉണ്ടായിരുന്നു. ഒരാളുടെ പേര് ഹെർബർട്ട് മുള്ളിൻ, മറ്റൊരാളെ നിങ്ങൾ അറിയും, സാക്ഷാൽ ചാൾസ് മാൻസൺ. ഈ കഥയുമായിട്ട് ഹെർബർട്ട് മുള്ളിൻ എന്ന സീരിയൽ കില്ലറിനും ഒരു ബന്ധമുണ്ട്. കെമ്പർ തന്റെ കൊലപാതക പരമ്പരയ്ക്ക് തുടക്കമിട്ടത് 6ഓളം സ്ത്രീകളെ കൊലപ്പെടുത്തിക്കൊണ്ടായിരുന്നു. ആ സമയത്ത് പോലീസിന്റെ യാതൊരു സംശയവും അവന്റെ നേർക്ക് വന്നില്ല. അവർ സംശയിച്ചത് ഈ ഹെർബർട്ട് മുള്ളിനെയാണ്. പിന്നീട് ഈ സീരീസ് ഓഫ് മർഡറുമായിട്ട് അയാൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് മനസ്സിലായി. വേറെ ചില കേസിന്റെ പേരിലാണ് മുള്ളിനെ പിടിച്ച് ജയിലിലിട്ടത്. ചാൾസ് മാൻസനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. വളരെ വിശദമായിട്ട് ചാൾസ് മാൻസനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂർ വരുന്ന വീഡിയോ ആണ്. അയാളുടെ ഞെട്ടിക്കുന്ന സകല ചരിത്രവും ആ വീഡിയോയിൽ പറയുന്നുണ്ട്. കാണാത്തവർ കാണുക. ജയിലിൽ അടയ്ക്കപ്പെട്ട കെമ്പർ പിൽക്കാലത്ത് തനിക്ക് പരോള് കിട്ടുവാനായിട്ട് നിരവധി തവണ അപേക്ഷ സമർപ്പിച്ചു. പക്ഷെ അയാളുടെ അപേക്ഷകളെല്ലാം കോടതി തള്ളിക്കളയുകയാണ് ചെയ്തത്. 1980, 81, 82, 2012 എന്നീ വർഷങ്ങളിൽ അയാൾ പരോളിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചു. പക്ഷേ കോടതി അനുവദിച്ചില്ല. അതുപോലെ 91, 94, 2007, 2017, 2024 എന്നീ വർഷങ്ങളിലും അയാൾക്ക് പരോളിന് അർഹതയുണ്ടായിരുന്നു. അതും കോടതി തള്ളി. ഇതിൽ ചില വർഷങ്ങളിൽ കെമ്പർ തനിക്ക് പരോൾ വേണ്ട എന്ന് പറഞ്ഞിരുന്നു. ഇനി അയാൾക്ക് അടുത്ത പരോളിനുള്ള അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുക 2032-ലാണ്. എഡ്വേർഡ് എമിൽ കെമ്പർ മൂന്നാമൻ ഇന്നും ജീവിച്ചിരിക്കുന്നു. താൻ ചെയ്ത പാപത്തിനുള്ള ശിക്ഷയും ഏറ്റുവാങ്ങി. ഈ കഥയിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഒരിക്കൽ ജയിലിൽ വെച്ച് ഇവന്റെ IQ ടെസ്റ്റ് ചെയ്തിരുന്നു. ആ ടെസ്റ്റിൽ ഇവന്റെ IQ ലെവൽ കാണിച്ചത് 144ആണ്. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ഏറിപ്പോയാൽ 110 വരെ IQ വരൂ. ആ സമയത്താണ് ഈ കൊലയാളിക്ക് 144 വരെ IQ കാണിച്ചത്. ശാരീരികമായിട്ടുള്ള വളർച്ച മാത്രമല്ല, ബുദ്ധിപരമായിട്ടുള്ള വളർച്ചയും അയാൾക്കുണ്ടായിരുന്നു. വളർത്തുദോഷം ഒരാളെ എങ്ങനെ മാറ്റിമറിക്കും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് എഡ്വേർഡ് എമിൽ കെമ്പറിന്റെ ജീവിതം. സാധാരണ കുട്ടികളെ പോലെ നല്ലൊരു ജീവിതം അയാൾക്ക് കിട്ടിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ലോകത്തെ മാറ്റിമറിക്കുന്ന എന്തെങ്കിലും വിപ്ലവകരമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളുടെ പിന്നിൽ അയാൾ ഉണ്ടാകുമായിരുന്നു. ഇതാണ് ഒരു കാലത്ത് അമേരിക്കയെ വിറപ്പിച്ച ക്വയറ്റ് കില്ലറിന്റെ ജീവിതകഥ. മറ്റൊരു കഥയിൽ വെച്ച് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.